മുഹമ്മദ് നബീന്റെ കാര്യത്തിൽ ആയിഷാനേക്കാളും വലിയ സർട്ടിഫിക്കറ്റ് ഇനി ആരും തരില്ല. ആയിഷ മരിച്ചാൽ അടുത്ത ദിവസം മുഹമ്മദ് നബി വേറെ പെണ്ണ് കിട്ടും എന്ന് പറഞ്ഞത് ആരാ? സഹിഹായ ഹദീസല്ലേ. ഇനി എന്താ ചെയ്യാ? പിന്നെ ആയിഷക്ക് മുഹമ്മദ് നബി മാത്രല്ല അള്ളാഹി നല്ലോണം അത് നിങ്ങളെ റബ്ബ് നിങ്ങളെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാം. വല്ലാതെ ബന്ധപ്പെടുന്നുണ്ടല്ലോ. അതിന് അറബി ഗ്രാമർ വെച്ചിട്ടാട്ടോ മറുപടി. ഈ ഗ്രാമറിന്റെ കഥയും പറഞ്ഞിട്ട് പോകണം. മാഷ് നേരത്തെ പറഞ്ഞില്ലേ ഈ ചരിത്രം അല്ലമീന്റെ ചരിത്രപരിധി അല്ലാതെ കിട്ടൂലെന്ന്. നിങ്ങൾക്ക് ഖുറാനിൽ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞങ്ങളെ വെല്ലുവിളിക്കാം. എന്താ കാരണം വെച്ചാൽ ഗ്രാമറിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഇതാണ്. അപ്പൊ പിന്നെ തെറ്റു. പിന്നെ നമ്മള് ഖുറാനിൽ സാഹിത്യ ഭംഗി വെല്ലുവിളിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഖുറാനിലെ ഭംഗി എന്താണോ അതാണ് ഭംഗി. അളവ് പോലും വെച്ചിട്ടാണുള്ളത്. അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ റസൂൽ അങ്ങനെ തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കാരുണ്യം അല്ലേ? തല അരിഞ്ഞ അതാണ് കാരുണ്യം. അപ്പൊ അങ്ങനെയാണ് നരകത്തിലിട്ട് നിറക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാന്റെ കാരുണ്യം. അപ്പൊ നമ്മൾ തിരിച്ച് തോട്ടത്തിലേക്ക് ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ തോട്ടത്തിന്റെ കഥയിൽ എന്താ സംഭവിച്ചു വെച്ചാൽ കല്യാണം ഇതിൽ ബാസിൽ എന്താ പറയണ അറിയോ? ഗോത്രത്തലവന്റെ താല്പര്യാർത്ഥം ഗോത്രത്തലവൻ മുഹമ്മദ് നബിയായിട്ട് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി മകളുടെ സമ്മതമല്ലാതെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞു. കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്തോ കഷ്ടകാലത്തിന് ഇന്നലെ വീണ്ടും വിശദീകരിച്ച് ചെയ്ത വീഡിയോയിൽ പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ അത് നമുക്ക് തബക്കാത്തുൽ കബീറിൽ കിട്ടും എന്നാണ്. ഇബ്നു സഅദിന്റെ പുസ്തകത്തിലുണ്ട്. ഇനി അത് മാറ്റി പറയല്ലേ ബാസിലെ. ഇബ്നു സഅദിനൊന്നും ഇനി തള്ളല്ലേ ഇട്ടാ. ഇബ്നു സഅദൊക്കെ ഒരു മുത്ത് മുതലാണ്. അപ്പോൾ ഇബ്നു സഅദിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞ മുഴുവൻ നുണയാണ്. അപ്പോൾ അത് ഞാൻ വിശദീകരിച്ച് ഇന്നലെ ഇവൻ പറയണ ഈ നുണ പറയണതിന് മുൻപേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നുണയാണ്, ഈ വാദങ്ങളൊക്കെ തെറ്റാണ്. കാരണം വിധവന്റെ സമ്മതമില്ലാതെ ആണ് എന്ന് മാത്രമല്ല അവിടെ കല്യാണം അല്ല നടക്കണതേ. ഇന്റെ മകൾ എന്ന് വാദിച്ചാൽ പോലും നോമാനാണ് ചെല്ലുന്നതെങ്കിൽ പോലും ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ നമുക്ക് കെട്ടിച്ചേർത്തേന്ന് സ്വന്തം മകളെ കുറിച്ച് ഒരു വാപ്പ പറയൂ എനിക്കറിയില്ല. അപ്പോൾ വിധവയായിരുന്നു പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും മുഹമ്മദ് നബിക്ക് സംഭവം സ്വാഭാവികം. അപ്പോൾ ഇത് കൊടുത്തു. പറഞ്ഞു കേട്ട സാധനം 12 ഊക്കിയാറ്. 12 ഊക്കിയ. ഈ ഊക്കിയ ഏകദേശം കണക്ക് നിങ്ങൾക്ക് അറിയാം. വെള്ളിയുടെ എത്രയോ വെള്ളിയാണ് കൊണ്ട് അല്ലേ? ശരി. എത്ര ദുർഹം ഇപ്പത്തെ കണക്കിലെ ഇതിപ്പോ ലേലം പിടിക്കുന്ന പരിപാടി. അല്ല, സുന്ദരിയായ ഒരു സ്ത്രീനെ നമുക്ക് കെട്ടിച്ചേർത്തേന്ന് വെച്ചപ്പോ 12 ഊക്കിയ വെള്ളിയാണ്. പെണ്ണിനെ കാണുന്നതിന് കണ്ടിട്ടില്ല. ആരാ പെണ്ണെന്ന് വെച്ചാൽ ഇവരുടെ മകളാണെന്ന് പറഞ്ഞു എന്നാണ്. കീവേഡ് സുന്ദരിയാണ്. കീവേഡ് അതാണ്. ടാഗ് ലൈൻ. ഇത് നിങ്ങൾക്ക് എവിടെ പോയാലും ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ കയറിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പിന്നെ ബ്യൂട്ടിഫുൾ വുമൺ എന്നാണ് തെരഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. അപ്പം ഊക്കിയ വെള്ളി പല സമ്മാനങ്ങൾ കിട്ടും. പലയിടത്തും തേപ്പ് കിട്ടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു പാപമോചനം തേടും, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കാവൽ തേടും. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ മുഹമ്മദ് നബിനെ അനുവദിച്ചേ പറ്റൂ. ആ കാലഘട്ടത്തിലും ആ ഗോത്രകാലത്താണെങ്കിലും ബാലൻ കെ നായരായിരുന്നു. തീർച്ചയായിട്ടും അല്ല. മാലൻ കെ നായരും കെ പി ഉമ്മർ ഒന്നും അല്ല, ടി ജി രവി ഒന്നും അല്ല. ആ കാര്യത്തിൽ അത് മാഷ് എന്നതിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക്? നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ നല്ലത് പറയുമ്പോൾ ഞാൻ അത് മാഷോട്ട് കാര്യം പറഞ്ഞത്. മാഷിനെ അറിയാം. അപ്പോൾ ഒരു പിന്നെ ഗനീമത്ത് പിരിക്കാൻ വേണ്ടി പോയപ്പോൾ അലി ആ ചെയ്ത് കൂട്ടുന്നത് കണ്ടില്ലേ എന്നുള്ള സാഹചര്യം ഉണ്ടല്ലോ. ബാലൻ കെ നായർ ആവേണ്ട ആവശ്യമില്ല, അങ്ങനെ ആവുന്നത് ഉചിതമല്ല എന്നുള്ളതും അല്ല. അലി കണ്ടല്ലോ ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലക്ക് ഉചിതമല്ലാത്തൊരു കാര്യമാണെന്നുള്ളത് ചിന്തിച്ചതിന്റെ വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ അതിന്റെ ആവശ്യമില്ല. കാരണം ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദാനം ചെയ്യാൻ തയ്യാറായി വരുന്ന സ്ത്രീകൾ നാട്ടിൽ ധാരാളം. ആയിഷക്ക് മാത്രം ചെറിയൊരു മനസ്താപം. ഈ ഉമ്മുഹാനിന്റെ പറഞ്ഞു, ഉമ്മുഹാനിയെ പലതവണ ശ്രമിച്ചിട്ടും ഉമ്മുഹാനി പല അടവും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടും അവസാന കാലത്ത് ഉമ്മുഹാനി കല്യാണം കഴിക്കാന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അതെന്താ? ഉമ്മുഹാനി ഈ 33-50 ഉണ്ടല്ലോ, 2 കഥയാണ്. അത് നമ്മള് പിന്നെ ഇബ്നു സഅദിന്റെ പുസ്തകത്തിൽ പോയാൽ 33-50 ഒരു പശ്ചാത്തലം പറയുന്നത് ഒരു പെണ്ണ് കയറി വന്നിട്ട് മുഹമ്മദിന്റെ തോളത്തിങ്ങ തട്ടി, ആരപ്പ കുത്തിരിക്കണേ, ഞാൻ ഇന്ന ശരീരം കണക്ക് തരാൻ വന്നതാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഞാൻ സ്വീകരിച്ചു പറഞ്ഞു. റസൂൽ അങ്ങനെ തട്ടാൻ പാടില്ല.
തട്ട് എങ്ങനെ അറിയില്ല, അന്യ സ്ത്രീ മറ എന്തെങ്കിലും ഉണ്ടാവും. ഉണ്ടാവും. അപ്പൊ വന്ന് തോളി തട്ടി, ഒരു വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം. തോളി തട്ടി തന്നെയാണ് തോളിൽ തട്ടി എന്നുള്ള വാക്കില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ വേറെ എവിടെയും പോയി ഗവേഷണം നടത്തിക്കോ. തോളി തട്ടി തന്നെ മടിയിൽ തലച്ചോ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല മടിയിൽ തല വെച്ചു പേൻ നോക്കി കിടന്നു നോക്കിയ കഥ അത് വേറെ കുറെ ഉണ്ടെന്ന്. ഇതൊന്ന് പേരിന് കൺഫ്യൂഷൻ ആവും. ഇബ്നു സഅദിന്റെ പുസ്തകത്തില് ഈ കല്യാണം, ഈ മുത്താഹ കല്യാണം പോലത്തെ കല്യാണങ്ങള്, എന്നിട്ട് പിന്നെ എന്താ പറയുക, അഭയം തേടിയ സ്ത്രീകളുടെ എണ്ണം പറഞ്ഞിടത്ത് ചിലയിടത്ത് ഫാത്തിമ പറയുന്നു, ചിലയിടത്ത് സന എന്ന് പറയുന്നു, ചിലയിടത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവർ ഇതെല്ലാം കൂടെ എഴുതിയത്രേ. അന്നത്തെ കാലത്ത് പാഷനാണ്. അതൊരു സ്ഥിരമായ, അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരാളെ ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ട് സമീപിക്കുമ്പോഴേ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ അല്ല ആ കാലഘട്ടങ്ങളിൽ അന്നത്തെ ഒരു നമ്മൾ പറയുക ഒരു പറച്ചിലായിരിക്കും എന്ത് ഇങ്ങനെ താല്പര്യം അബദ്ധത്തിൽ ഒരു അപകടത്തിൽ പെടാൻ പോകുമ്പോൾ പൈസ കൊണ്ട് ഉറപ്പിച്ചത് ചിലപ്പോൾ പെണ്ണിന് അത്ര പോരായിരിക്കും. കാരണം മുത്തമൊക്കെ ഉണ്ടല്ലോ, സ്ത്രീക്ക് ഇത്ര പൈസ. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പറയുണ്ടായിരിക്കും ഇങ്ങനെ ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിച്ചു വന്നാലേ ചിലപ്പോൾ അങ്ങനെ ഒഴിവായി കൊടുക്കും എന്ന് മാത്രമല്ല അല്ല സോഷ്യൽ ക്യാപിറ്റൽ കൂടിയ ആളല്ലേ ഒരു നാട്ടിലെ ഭരണാധികാരിയുടെ പൊസിഷനിലുള്ള ആള്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശരീരം ദാനം ചെയ്യുക എന്നതിലൂടെ ഈ സ്ത്രീകൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ അവസരം ഉണ്ടായിട്ടും പേര് കേട്ടപ്പോ തന്നെ 12.5 ഊക്കിയെടുത്ത് വീശി. മനസ്സിലായി. മാത്രല്ല അയാൾ കൂടുതലൊന്നും ഞാൻ എന്റെ പെമ്മക്കും എന്റെ ഭാര്യ ദൂർത്തുണ്ടായിരുന്നില്ല, ആ കാര്യത്തിൽ ദൂർത്തടിച്ചിട്ടില്ല കേട്ടോ. അതായത് ഈ 12.5 ഊക്കിയാണ് 20 ഒട്ടങ്ങളെക്കാൾ വലുതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആയിരിക്കും അല്ലേ, ഏകദേശം കണക്ക് 15 20 ഞാൻ 15-20 പിടിച്ചു. ഖദീജക്ക് കൊടുത്തിന്റെ കാര്യമാണ് പറയുന്നത്. 20 ഒട്ടങ്ങളല്ലേ അത് ജാഹിലിയത്തിലല്ലേ. ജാഹിലിയത്തിലാണെങ്കിലും അതും ഭാര്യയല്ലേ. ബാക്കിയുള്ളതിന് എന്താ കൊടുത്തിക്കണെന്ന് ഖദീജക്ക കൊടുത്ത മഹറല്ലാതെ വേറെയുള്ള കല്യാണങ്ങളുടെ കഥ നമുക്കൊന്ന് സംസാരിച്ചാലോ? അല്ല അത് ഇപ്പൊ സെഫിയാന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആയിഷാന്റെ മഹർ കൊടുക്കാൻ വൈകി അബൂബക്കർ പിന്നാലെ കൂടി വായിക്കാണ്, പിടിച്ചു വാങ്ങിക്കാണ്. മനസ്സിലായോ? ഈ 2 കൊല്ലം വൈകിയ കഥ. സെഫിയാന്റെ മഹർ എന്ത് ചെയ്യുന്നു? സഫിയാന്റെ മഹറോ അത് ശരീരം തന്നെ അവരുടെ സ്വാതന്ത്ര്യം അവരെ മോചിച്ചു. അതെ അതെ അതെ, സ്വാതന്ത്ര്യത്തൊക്കെ വിലയുള്ളതൊന്നുമില്ലല്ലോ. സ്വാതന്ത്ര്യം എന്നല്ല അവരെ ശരീരം അല്ലല്ല, അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല ഹദീസിൽ എഴുതിയിട്ടുള്ളതേ ആ ശരീരം എന്നുള്ള വാക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ശരീരമാണല്ലോ തോട്ടത്തിൽ അവസാനം പറയേണ്ട തോട്ടത്തില് ഇടപെടും. അപ്പൊ തോട്ടത്തിലെ കഥ, ഈ കഥ വെച്ച് നോക്കിയാൽ ഇയാൾ പറഞ്ഞത് മുഴുവൻ പൊളിയും. ആദ്യം പറഞ്ഞ വിശദീകരണം, അതായത് പെണ്ണിനും അറിയില്ലായിരുന്നു, മുഹമ്മദ് നബി ആരാണെന്ന് മനസ്സിലായിട്ടില്ല, ഇതൊക്കെ പൊളിയും. ഇതൊക്കെ പൊളിയെന്ന് മാത്രമല്ല, തോട്ടത്തിലെ കഥ വെച്ചിട്ട് അതിനോട് സാമ്യപ്പെടുന്ന ഒരു കഥ മുത്തഫഖുൻ അലൈഹായിട്ട് മുസ്ലിമിലും ബുഖാരിയിലും വന്നിട്ടുണ്ട്. ഇത് രണ്ടും സമാനമായിട്ടുള്ള ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ പിന്നെ 52, 54 ഇല്ല, 55 ഇല്ല, 56 ഇല്ല. അതായത് ബുഖാരി മുസ്ലിം യോജിച്ച് ഉദ്ധരിച്ച ഹദീസ് സമാനമല്ലാതെ ഒരേ സംഭവം തന്നെ, ഒരേ സാധനം. അപ്പൊ ഈ പറയപ്പെടുന്ന ചരിത്രം വിശദീകരിക്കുന്ന മുത്തഫഖുൻ അലൈഹി വന്നാൽ ഈ പറയപ്പെടുന്ന 52, 55, 56 കല്യാണവും ഒന്നും കൈ കിട്ടൂല. കാരണം ഇത് പറയുന്നത് 53, 67 സഹീഹ് മുസ്ലിമിലെ 2007 ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. മുത്തഫഖുൻ അലൈഹി വന്നാൽ ഇതിനോട് ജംഇ ചെയ്താൽ ഇവിടെയുള്ളത് കല്യാണമല്ല, കല്യാണ ആലോചനയാണ് എന്ന് നമുക്ക് എന്തെന്ന് കിട്ടും? മുത്തഫഖുൻ അലൈഹിൽ കിട്ടും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ പിന്നെയും കല്യാണ ആലോചന, അത് അന്ന് ഇനി ആചാറുണ്ടായിരുന്നു നമുക്കറിയില്ല. കല്യാണം കഴിഞ്ഞ ഭാര്യമാരെ പിന്നെയും കല്യാണം കഴിക്കാതാണ് മറ്റേ 33-50 പറയുന്നത്. ഇനി അവര് പറഞ്ഞ കാര്യം ഇതിലേക്ക് ജമ്മ ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ പറയണ മീൻസ് ഇബ്നു സഅദിന്റെ പുസ്തകം അനുസരിച്ച് ഈ സ്ത്രീക്ക് മുഹമ്മദ് നബിനെ കുറിച്ച് അറിയാമായിരുന്നു. 12 ഊക്കിയ വെള്ളി കൊടുത്തിട്ടുണ്ട്. 12 ഊക്കിയ വെള്ളി കൊടുത്ത് സ്വന്തം ആവശ്യത്തിന് കോടാരത്തിൽ എത്തിച്ച സ്ത്രീൻ്റെ അടുത്ത് എന്നിട്ട് ദാനം തരുമോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, വില കൊടുത്ത് വാങ്ങിയതല്ലേ, പിന്നെന്ത് ദാനം അവിടെ? അപ്പൊ അവിടെ എനിക്ക് തോന്നിയ ഒരു സംശയം, മുത്തഴായിരുന്നു 12 ഊക്കിയ വെള്ളിക്ക് ഉറപ്പിച്ചു, ഇവിടെ വന്നു, നാട്ടു നടപ്പനുസരിച്ചിട്ട് ആരെങ്കിലും ശരീരം ദാനം കൊടുത്താൽ ഇത് ഫ്രീ ആയി, മഹർ ഒഴിവായി കിട്ടും. അതിന്റെ പേരിൽ എങ്ങാനും ഇവര് ദാനം എന്ന് പറഞ്ഞു, നീ എന്നെ എനിക്ക് സമർപ്പിക്കുക, ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ അവള് ദാനമായിട്ട് കൊടുക്കാൻ തയ്യാറായാൽ ഈ 12 ഊക്കിയാണ് സേവ് ചെയ്യാൻ പറ്റും, ഊക്കിയ കിട്ടും. അപ്പൊ അതുകൊണ്ടായിരിക്കും അവള് പറഞ്ഞത് ഈ രാജകുമാരി അങ്ങാടിയിൽ നടക്കുന്ന ചെറുക്കന് ദാനം തരേന്ന്. 12 ഊക്കിയാണെങ്കിൽ കുറവാണ്, എന്നാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ വന്നതായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഹദീസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം.
ഇനി മുത്തഫഖുൻ അലൈഹി തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് എടുത്താൽ അത് ഉമൈബ ബിൻത്ത് ഷറാഹിലിനെ കല്യാണം കഴിച്ചതേ കിട്ടുള്ളൂ 66. അത് വെച്ചിട്ട് നിങ്ങൾക്ക് 55 ന്യായീകരിക്കാൻ ആ ഉമൈമ തന്നെയാണ് ഈ ജൗനി എന്ന് പറയാനും പറ്റില്ല. കാരണം വീട്ടിലേക്കാണ് ജൗനിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ പെൺകുട്ടികളെ മൂന്ന് സ്ത്രീകളുടെ പേര്, 3 വാപ്പാര പേര് അല്ലെങ്കിൽ കുടുംബ പേര്, ഇതെല്ലാം കൂടെ ജംഇയ എന്താണ് അസ്മാ ബിൻത്ത് അൽ ജൗനിയ അല്ല അസ്മ അൽ ജൗനിയ എന്നിട്ട് ഉമൈമ പല പിന്നെ ഓമന പേരും ഇങ്ങനെയാണ് ഇത് 3 ഒന്നാക്കണേ. അൽ കിന്ദി ഒക്കെ ഉണ്ട് കുറെ എല്ലാ വാപ്പാര പേരും കൂടി ഇബിന് ചേർത്തിട്ട് കിന്ദിയും കൂടെ ചേർത്തിട്ട്. അതുകൊണ്ട് ആ കഥയൊക്കെ ഇനി ഞാൻ പറഞ്ഞാൽ ഈ തോട്ടം എന്താ സംഭവിച്ചാൽ ആ തോട്ടത്തേക്ക് പോകുമ്പോൾ ആ ഒരു തോട്ടമല്ല, മുഹമ്മദ് നബി പല തോട്ടത്തും പോയിക്കണേ, പല വീട്ടിലും പോയിക്കണേ. ഇതിൻ്റെയൊക്കെ കഥ ഞങ്ങളെയും കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് നിങ്ങളോട് പറയുള്ളത്. നമുക്ക് താല്പര്യമില്ല, നമുക്ക് പറയേണ്ട വായിക്കാൻ തന്നെ ഒരു മടിയാണ് ജബ്ബാർ മാഷ്. നമുക്കെന്താ അറിയോ, ഈ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രകാലത്തെ മനുഷ്യൻ ആകെ ഉണ്ടായിരുന്ന ഒരു എന്റർടൈൻമെന്റ് ഇതാണ്. അതെ, ഒരു ആർഭാടവും ഇല്ലാതെ ജീവിച്ചു പോയ മനുഷ്യനാണെന്ന് പറഞ്ഞു. ആർഭാടത്തിന് വേറെ ആർഭാടത്തിന് നേരം ഉണ്ടായില്ല. അപ്പൊ യുദ്ധങ്ങളുടെ യുദ്ധ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ആകെ ഉണ്ടായിരുന്ന ഒരു വിനോദോപാധിയാണ്. അപ്പൊ അതിൽ നമ്മൾ ഇപ്പൊ കുത്തിയിരുന്ന അതിനെ കുറ്റം പറഞ്ഞതിൽ കാര്യമില്ല. അല്ല, എന്നോട് ലിയാഖത്ത് ഒരു പേഴ്സണൽ ഒരു കൺഫെഷൻ നടത്തിയിട്ടാ. മൂപ്പനോട് പറഞ്ഞ് പൊന്നാരം എനിക്കിത് പറയാൻ താല്പര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ പറയിപ്പിക്കുകയാണ്. നമുക്ക് ആർക്കും താല്പര്യമില്ല. ഞാനും ഇത്തരം വിഷയങ്ങളിൽ പറയാൻ പൊതുവെ മടിക്കാറാണ് ചെയ്യുന്നത്. പക്ഷെ ഇവര് ഇതുപോലെ നമ്മളെ പിടിച്ചു കൊണ്ടുപോയിട്ട് പറയിപ്പിക്കുകയാണ്. ഇതെന്തിനുള്ള തന്ത്രമാണെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാനാണ് കുറേ നേരം സംസാരിച്ചത്. 2 തന്ത്രങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇസ്ലാം വിമർശകർ മുഹമ്മദിൻ്റെ ലൈംഗികതയെ മാത്രം ഊന്നി വിമർശനം നടത്തുകയും അതുവഴി വിശ്വാസികൾക്ക് പുറത്തുള്ള മുസ്ലിം വെറുപ്പുള്ള ആളുകളെ ത്രസിപ്പിക്കുകയും ചെയ്യുന്ന ചില വിമർശകരുണ്ട് നമ്മുടെ ചുറ്റിലും. അപ്പോൾ അവരുടെ ഒരു വിമർശന രീതിയിലേക്ക് നമ്മളെ കൂടി വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇത് കൂട്ടിക്കെട്ടുന്നതിലുള്ളത്. രണ്ടാമത്തെ പ്രശ്നം, സൂറത്തു തൗബ തീരുമാനമാക്കാതെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. യുദ്ധക്കളമാണോ കരാറാണോ? കരാറാണെങ്കിൽ ഏത് കരാറ്, യുദ്ധമാണെങ്കിൽ ഏത് യുദ്ധം, ഇത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അതുവരെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉറുമ്പും കൂട്ടിക്ക് വിളിച്ചാൽ നമ്മൾ ഉറുമ്പും കൂട്ട് തട്ടിയിടും. നിങ്ങൾ തോട്ടത്തേക്ക് വന്നാൽ തോട്ടത്തിൽ കയറി എല്ലാം ഒന്ന് വൃത്തിയാക്കി തരും. നമ്മൾ അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ഈ ലൈംഗികത പറയിപ്പിച്ചാൽ കണ്ടോ ഒരു മുഹമ്മദ് നബിനെ ലൈംഗികമായിട്ട് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സെൻറ്റിമെൻറ്റ്സ് അടിക്കാനുള്ള ആ പല്ലിവാലും മടക്കി വെച്ചാൽ നമ്മൾ തിരിച്ച് സൂറത്തു തൗബയിലേക്ക് വരും. ഞാനത് കൂടാതെ വേറൊരു വീഡിയോ ചെയ്തു, പിന്നെ പെൺ തലാക്ക് എന്നോണ, പെരുന്നോണ, പിന്നെ മുർത്തദ്, ജാഹിലുകൾ ഭയങ്കര സംഭവമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ടോ? ജാഹിലുകൾ മഹാസംഭവമായിരുന്നു? ജാഹിലുകളല്ല, ജാഹിലിയ കാലം എന്ന് അവരെ വിളിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ജാഹിലിയ കാലം തുടങ്ങുന്നത് നുബുവത്ത് മുതലാണ്. ജാഹിലിയത്തിന്റെ ആരംഭമാണ്. അറേബ്യയുടെ ചരിത്രം, അന്നത്തെ മക്കയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ ജാഹിലിയത്ത് തുടങ്ങുന്നത് മുഹമ്മദിന് ഈ ജിബ്രീൽ വന്ന് പറഞ്ഞ ആ സംഭവം മുതലാണ്. ആ പേടി അതിനു മുമ്പ് മുഹമ്മദ് നബി പോലും മര്യാദക്കാരനായിരുന്നു എന്നാണ് എൻ്റെ ഒരു സംശയം. പിന്നീടാണ് ആ സമൂഹത്തെ മൊത്തം പുറകോട്ട്. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞ ജബ്ബാർ മാഷ് പറഞ്ഞപ്പോൾ നുബുവത്തോട് കൂടി എല്ലാ അർത്ഥത്തിലും. കാരണം ആ മക്കയിലുണ്ടായിരുന്ന മനുഷ്യര് എത്ര ജനാധിപത്യ ബോധമുള്ളൊരു സഹിഷ്ണുത ഉള്ളവരുമായിരുന്നു എന്നതിന് നമുക്ക് ഈ വേറെ ഒപ്പിട്ടും പോകണ്ട. നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ചരിത്രവും ഖുർആനും ചരിത്രവും വായിച്ചാൽ തന്നെ മതി. ഇന്നത്തെ നമ്മളെപ്പോലെ അത്ഭുതപ്പെടുത്തുന്ന സഹിഷ്ണുത അവർ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉദാഹരണമാണ് മറ്റേ ഇതിന് പിന്നെ മറുപടിയായിട്ട് പറഞ്ഞത്. അത് സബബുന്നുസൂല് ചവറുന്നുസൂലാന്നല്ലോ തന്നെ ഇരുന്നിട്ട് ആ സബബുന്നുസൂലിൽ പറയുന്ന കഥ പറഞ്ഞതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ മക്കയിലെ കഅബ എന്ന് പറയുന്ന ക്ഷേത്രം അവരെത്രമാത്രം പുണ്യമായിട്ട് കണക്കാക്കിയിരുന്നു. തീർച്ചയായിട്ടും ആ പുണ്യഗേഹത്തിലെ പ്രധാനപ്പെട്ട ആരാധനാ വിഗ്രഹങ്ങളുടെ തലയിൽ പോയിട്ടാണ് ഈ ബിലാൽ എന്ന് പറയുന്ന ഒരു അടിമ പോയിട്ട് മലവിസർജനം നടത്തി. ബിലാലല്ലോ ബലാലായിരുന്നു നമുക്ക് പറയേണ്ടി വരും ആ കാണിച്ച പ്രവൃത്തി. ഇത് ഇന്ന് ഒരു സാധാ പള്ളിയിൽ പോയിട്ട് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇവർ വെറുതെ വിടുക. എന്നിട്ട് അവർ ആ ബിലാലിനെ അവിടെ വെച്ച് ഒന്നും ചെയ്തില്ല. നേരെ അന്നത്തെ നാട്ടുമര്യാദ അനുസരിച്ച് ആ ബിലാലിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഉടമസ്ഥൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഉടമസ്ഥൻ എന്താ ചെയ്യുന്നത്? 100 ഒട്ടകങ്ങളെ കൊടുക്കുകയാണ് ഈ തീട്ടം വൃത്തിയാക്കാൻ. ഇവര് പറഞ്ഞല്ലോ ടൂറിട്ടാണ് പോകാൻ എളുപ്പമാണ്, വൃത്തിയാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ. ശരിയാണ്. 100 ഒട്ടകമാണ് ഒരു തീട്ടം വൃത്തിയാക്കാന് കൊടുക്കുന്നത്. കാരണം അസിമെട്രി, ക്ഷേത്രത്തിന്റെ പരിശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി 100 ഒട്ടകത്തെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ ബിലാലിന്റെ ഉടമസ്ഥൻ
പിന്നെ നിങ്ങൾ ഓനെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തോളി എന്ന് പറഞ്ഞ് വിട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുപോയിട്ട് തീർച്ചയായിട്ടും അപ്പോഴും ഒറ്റ വെട്ടിന് തല വെട്ടിയിട്ട് കൊന്നിട്ടില്ല, കൊണ്ടുപോയിട്ട് തല്ലുക ചെയ്തിരുന്നു. അപ്പോഴാണ് അബൂബക്കർ വന്നിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നത്. മുഹമ്മദ് അബൂബക്കറിനെ വിളിച്ചു വരുത്തുന്നു. അബൂബക്കർ സ്വർണം കൊടുത്തിട്ട് പിന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നു. അത് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്, വാങ്ങേണ്ടി വരുമല്ലോ, അതിനുള്ള ബാധ്യത ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ വിശ്വാസികളോട് ചോദിക്കുകയാണ്, ബർമാഷ് അതിന് ഉത്തരം ബാക്കി പറഞ്ഞോളി. ബിലാലിനെ മുശ്രിക്കുകൾ തല്ലിയത് വിഗ്രഹങ്ങളുടെ മുകളിൽ തൂറിയതിനാണോ ഷഹാദത്ത് കലിമ ചൊല്ലിയതിനാണോ? അത് എന്ന് ചൊല്ലിയതിനാണെന്നാണ് എന്ത് പറയുന്നത്. കല്ല് വെച്ച് കെട്ടിന്ന് പറയുന്നത് പ്രയാസപ്പെടുത്തി. തൗഹീദ് ചൊല്ലിയതിനോ അള്ളാഹുവിനെ ആരാധിച്ചതിനോ അല്ലെങ്കിൽ ഇവരെ നിസ്കരിക്കുന്നതിനോ ഇവരെ ദൈവങ്ങളെ തെറി പറഞ്ഞതിനോ ഒന്നും അവരൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം സഹിച്ചുകൊണ്ട് ആ കഅബ വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു നിസ്കരിക്കാന്. അവസാന കാലത്ത് പോലും മുഹമ്മദ് ഈ കിടക്കുന്നത് ആ കഅബയുടെ തിണ്ണയിലാണ്. പല കാര്യങ്ങളും ഇല്ലേ, പിന്നെ അങ്ങനെ അത്രയും സഹിഷ്ണുതയോടുകൂടി ഇവരെ അവിടെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയും എന്നിട്ട് ഈ ദൈവങ്ങളെ തെറി വിളിച്ചുകൊണ്ട് ആയത്തിറങ്ങുമ്പോഴാണ് അവർ അബൂതാലിബിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അവൻ തെറി വിളിക്കുന്നത് ഒന്ന് നിർത്താൻ പറയണം, അല്ലെങ്കിൽ ഞങ്ങളും ഓന്റെ ദൈവത്തിന് തെറി വിളിക്കുന്ന പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ഓനെ കൊല്ലുന്നല്ലേ അപ്പോഴും പറഞ്ഞത്. അല്ല ഞാൻ ചോദിക്കട്ടെ, തെറി വിളിച്ചത് മുഹമ്മദ് നബിയാണ് അള്ളയാണ്? ആറേ നൂറ്റാണ്ടിൽ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിന്റെ സഹിഷ്ണുതയായിട്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ ദൈവത്തെ തെറി വിളിക്കരുത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എക്സാക്ട്ലി ആവണമെന്നില്ല കേട്ടോ, ഞാൻ എന്റെ ഓർമ്മയിലെടുത്ത് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ബാസിലെ ഞാൻ പ്രശ്നം ഉണ്ടാക്കല്ല. പിന്നെ അപ്പൊ എന്റെ ഓർമ്മയിലെടുത്ത് പറയാണ്, നിങ്ങൾ അത് നമ്മുടെ എക്കാലത്ത് ഖുർആനും എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ പിന്നെ നിങ്ങൾ മറ്റ് അവരുടെ ദൈവങ്ങൾ തെറി പറയരുത്, അത് അള്ളാഹുവിനെ തെറി പറയാൻ അത് കാരണമോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര മഹാസംഭവമല്ലേ, 1500 കൊല്ലം മുമ്പ് പറയുമ്പോ അല്ല. അപ്പൊ അതിന്റെ തഫ്സീറിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുള്ള മറ്റേ ഈ പറയുന്ന ഇബ്നു കസീറിന്റെ തഫ്സീറുകൾ 10 വോളിയങ്ങളായിട്ട് ദാറുസ്സലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷില്. അപ്പൊ അതിൽ എഴുതി വെച്ചാൽ മുഹമ്മദും കൂട്ടരും പിന്നെ അവര് ദേ യൂസ് ടു ഇൻസൾട്ട് പിന്നെ ഈ ഐഡൽ വർഷിപ്പേഴ്സ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ അവരെ അങ്ങനെ നിരന്തരമായിട്ട് ഇൻസൾട്ട് ചെയ്തപ്പോ അവര് കംപ്ലൈന്റ് ചെയ്തപ്പോ ഈ അള്ളാഹുവാണ് അള്ളാഹു ഇറക്കിയ സമയത്താണ് ഖുറൈശികൾ വന്നിട്ട് കംപ്ലൈന്റ്. എന്താ ആയത്തെന്നറിയോ? നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ മുഴുവൻ നരകത്തിലായി വിറകായിരിക്കും അപ്പോഴാണ് പരാതി. കൂടെ നമ്മളെ ദൈവങ്ങളെ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പരാതി പറയുന്നത്. ആ പരാതി പറഞ്ഞപ്പോ ഈ അബൂ താലിബ് മുഹമ്മദിനെ വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ആ തെറി വിളിച്ച അതേ അള്ളാഹു അടുത്ത ആയത്തിറക്കാണ്, നിങ്ങൾ തെറി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു ആരോടായി പറയുന്നത്? അള്ളാഹുവിന് കണ്ണാടി നോക്കി പറഞ്ഞ പോലെ. ഇനി രണ്ട് കാര്യങ്ങളാണ് മാഷെ ഞാൻ പറഞ്ഞു വന്നത് എന്തിലേക്ക്. അല്ല ഞാൻ പറയാം, പുലർമ്പിനെ തപ്പാൻ പറഞ്ഞ അള്ളാഹുവാണ്. ഒരു ഉറുമ്പിനെ കടിച്ച പുലർമ്പില് കടിച്ച അള്ളാഹുവിനെ അങ്ങനെയൊക്കെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാല് ജബ്ബാർ മാഷ് ലിയാക്കത്തൊക്കെ പറയണത്, ജബ്ബാർ മാഷാണോ ലിയാക്കത്താണോ പറഞ്ഞത് ശുക്കൂർ ശരിക്കും ഓർമ്മയില്ല. മുഹമ്മദ് ഹാജി ഞങ്ങളെ ദൈവങ്ങളെ ചീത്ത വിളിക്കരുതേ എന്ന് മാത്രമേ എത്ര പറഞ്ഞിട്ടുള്ളൂ, അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതിന് പകരം തന്നെയാണ് ഈ ഓഫർ പോലും കൊടുത്തത്. എന്തിനാ? ദൈവങ്ങളെ നിന്ദിക്കുന്നത് അവസാനിപ്പിക്കാനാണ്, അല്ലാതെ തൗഹീദ് അവസാനിപ്പിക്കാനൊന്നല്ല. വെറുതെ നുണ പറഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഒന്ന് ഇത് ഈ ഒരു സഹിഷ്ണുത. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഇതിനെ കൗണ്ടർ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ, മുർത്തദ് മുഹമ്മദ് പോലെ നൂറ്റാണ്ടില് ആ ഗോത്രത്തിൽ നിന്ന് ഒരു മുർത്തദല്ലേ, നല്ല മുർത്തദ് മുർത്തദ് മാത്രമൊന്നല്ല, അവരുടെ മതത്തെ അങ്ങേയറ്റം അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്ത, നിരന്തരമായി നിന്ദിക്കുകയും ചെയ്ത വിമർശകൻ കൂടിയാണ്. വിമർശകനല്ല, നിന്ദകൻ ഉണ്ടായിരുന്നതല്ല, നിന്ദകനാണ്. അപ്പൊ മുർത്തദ് നിന്ദകൻ നിന്നാണ് വിടുക, നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെന്നാ പോലും പറയുന്നത്. ആയിക്കോട്ടെ, മുർത്തദ് മുഹമ്മദ് അവിടെ മുർത്തദാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. മുർത്തദിനെ ജാഹിലുകൾ കൊന്നില്ല സുഹൃത്തുക്കളെ. മുർത്തദിനെ കൊല്ലണം എന്ന് അവിടെ ഒരു ഗോത്രം തീരുമാനിച്ചില്ല. അതിന് പകരം അവർ തന്നെ പറയണം എന്തറിയോ, ശരിയാണ്, കാര്യമായ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, മുഹമ്മദ് പറയണത് ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷെ അവൻ്റെ ശരീരത്തെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് ആ ഗോത്രം അവനെ സംരക്ഷിച്ചു എന്ന് പറയണത് ആരാ? അബ്ദുള്ള ബാസിലും. എന്നിട്ട് പറയാണ് അന്നത്തെ ഗോത്ര സെറ്റപ്പ് അതായിരുന്നു, അന്നത്തെ വീട്ടു സെറ്റപ്പ് ഏതായിരുന്നു. അതന്നെയല്ലേ കൂട്ടരെ പറയണത്, നിങ്ങളെക്കാളും മെച്ചായിരുന്നു. ഈ ഗോത്ര സെറ്റപ്പ് എന്ന് പറഞ്ഞതാണ് അവരുടെ
കൾച്ചറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്, അവരുടെ സംസ്കാരം എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായും ആ ഗോത്ര സംസ്കാരത്തിന്റെ ഉള്ളിലാണ് മുഹമ്മദ് അവിടെ ഈ കളി മുഴുവൻ കളിച്ചത്. മുഹമ്മദ് അവിടെ സംരക്ഷിക്കപ്പെട്ടത്. അവസാന കാലം വരെ മുഹമ്മദിനെ അവരുടെ സ്വന്തം വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സംസ്കാരത്തിനെതിരെ ഈ രീതിയിൽ അവഹേളനവും നിന്ദയും നടത്തിയിട്ടും മുഹമ്മദിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ സംരക്ഷിച്ചു. ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഗോത്രം അത് കഴിഞ്ഞിട്ട് ആ ഗോത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി എന്നാണല്ലോ. അങ്ങനെ പോയിട്ട് മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഏറ്റവും സംസ്കൃതമായ സമൂഹത്തിൽ 21-ാം നൂറ്റാണ്ടിലും പല ഇസ്ലാമിക രാജ്യങ്ങളിലും മുർത്തദിനെ കൊല്ലണമെന്ന് രാഷ്ട്ര നിയമങ്ങളുണ്ട്. എന്താ ബേസ്? ശരീഅത്തല്ലേ. മുഹമ്മദ് എന്താ പറഞ്ഞത്? അലിയുടെ ഒരു ഹദീസ് ഇല്ലേ, കുറച്ച് ആൾക്കാർ മതം വിട്ടു, അലി നേരെ പോയിട്ട് വല്ല തീയിട്ടു, ഒരു കൂട്ടം ആളുകളെ ഉറുമ്പിനെ തീയിടുന്ന മാതിരിയാണ് അലി തീയിട്ടത്. അപ്പം ഇബ്നു അബ്ബാസ് എന്നിട്ട് പറഞ്ഞു, അലി ആ ചെയ്തത് ശരിയായില്ല കേട്ടോ, തീയിടലൊക്കെ അള്ളാഹ്ക്ക് മാത്രമല്ല, ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ കൊല്ലുമായിരുന്നുള്ളൂ. കാരണം നബി പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഏതെങ്കിലും വിശ്വാസികൾ മുർത്തദിനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമമില്ല എന്ന് പറയണവർ വെറുതെ sunna.com അടിക്കുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് റിലീജിയൻ കിൽ അല്ലെങ്കിൽ കിൽ അല്ലെങ്കിൽ വേണ്ട സിമ്പിൾ 2 കീവേഡ് നിങ്ങൾ ഒരുമിച്ച് അടിച്ചാൽ ചേഞ്ച് റിലീജിയൻ കിൽ എന്ന് 3 സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ 3 കീവേഡായിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 50-60 ഹദീസ് കിട്ടും. അതെ അതെ തീർച്ചയായിട്ടും. അതിലൊക്കെ ചില ഹദീസ് ഡയറക്റ്റ് ആയിട്ട് പറയണേ, ആരെങ്കിലും മതം മാറി അവനെ കൊല്ല്, തലവട്ടണം എന്ന ഹദീസ് ഉള്ളതായിട്ട് വേറെയുണ്ട്. അപ്പൊ ഇത് നിങ്ങളെ മുർത്തദിനോടുള്ള സമീപനാണ്. ജാഹിലിയ കാലത്തെ മുർത്തദിനോട് നിങ്ങൾ തന്നെ പറഞ്ഞതനുസരിച്ചിട്ട് ഓൻ അഭിപ്രായം നമുക്ക് ചിലപ്പോൾ സ്വീകാര്യമായിരിക്കില്ല, പക്ഷെ അവന്റെ ദേഹത്ത് തൊടാൻ നമ്മൾ സമ്മതിക്കില്ല. നമുക്ക് അതിലൊക്കെ കൗണ്ട്ലെസ്, നമുക്ക് ഓവർവെൽമിങ് എവിഡൻസ് എവിടെ മറ്റേ പുസ്തകത്തിന് അത് എവിടുന്നാന്നും കൂടി പറഞ്ഞു കൊടുക്കണം. അത് ഈ വരെ പുസ്തകത്തിൽ ഇപ്പൊ ഈ എത്ര പെയിന്റേഴ്സ് ഓറിയന്റലിസ്റ്റുകൾക്ക് മറുപടി എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ഹൈക്കൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മാർട്ടിൻ ലിങ്സിന്റെ പുസ്തകങ്ങളൊക്കെ പാകിസ്ഥാനിലൊക്കെ പിന്നെ ഈ പട്ടാളക്കാരടിയിൽ ഫ്രീ ആയിട്ട് വിറ്റഴിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കാരണം നല്ലൊരു മുഹമ്മദിന്റെ ബയോഗ്രഫി സീൽഡ് നെക്ടർ എന്ന ഏറ്റവും നല്ല പ്രവാചകന്റെ പ്രോഫറ്റിന്റെ പുസ്തകം എഴുതിയുള്ള അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കളക്റ്റീവ് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാലഘട്ടങ്ങളിൽ ഖുറൈശികൾ ജബ്ബാർ മാഷുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർ ഈ പറയുന്ന കോംപ്രമൈസിൽ വിശ്വസിച്ചിരുന്ന ജനങ്ങളായിരുന്നു. നിരന്തരമായിട്ട് ഇവർ കോംപ്രമൈസിന് പോവുകയാണ്. അത് മുഹമ്മദിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, അബൂ ത്വാലിബിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. കാരണം എന്താ, എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സോൾവ് ചെയ്ത് കോംപ്രമൈസിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ എന്തൊക്കെയാണത്. മുഹമ്മദ് പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടാൻ, അത് സ്ഥാപിക്കാൻ വല്ല തെളിവുണ്ടോ എന്ന് അന്വേഷിച്ച് അവർ നടന്നിട്ടുണ്ട്. ലിയാഖത്ത് ഭായി, ഞാൻ ഒരു 1-2 സാഹചര്യങ്ങൾ നോക്കി. അതായത് ഇപ്പം നിങ്ങളതിപ്പോൾ വിവരിച്ചു, പിന്നെ അബ്ബാസ് അക്കാബ ഉടമ്പടി പ്രകാരം അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ പെണ്ണുങ്ങളെയും കുടുംബത്തിനെയും സംരക്ഷിക്കുന്നത് പോലെ മുഹമ്മദ് സംരക്ഷിക്കണം പറഞ്ഞിട്ടല്ലേ അവരോട് പറയാണ്. അതിന്റെ മുമ്പ് ഒരു വാക്കുകൂടി പറയണ്ട, മുഹമ്മദിന്റെ ജീവൻ ഇവിടെ സുരക്ഷിതമാണ്, നിങ്ങളുടെ കൂടെ വന്നാൽ സുരക്ഷിതമാണെന്ന് ഉറപ്പ് വേണം അല്ലേ. അത് പറയുമ്പോ അബ്ബാസ് ജാഹിലിയാണ്, മുശ്രിക്കാണ്. പിന്നെയാണ് അബ്ബാസ് ഇങ്ങോട്ട് വരുന്നത്. വേറൊരു സാഹചര്യം ഞാൻ പറയട്ടെ. അതായത് ഇബലി അബീസിനയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതില് ഇത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയാണ്ട. അപ്പോൾ അത് പിന്നെ ഭാവനല്ല, സംഗതി പറയുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് വാക്ക് അതുപോലെ ആണെന്ന് ഈ ഖുറൈശ് ആ വർത്താനല്ല ഈ പറയുന്നത്. എങ്ങനെയൊക്കെ പറഞ്ഞോളൂ, അറ്റാക്ക് സമീപിച്ചു നാക്കായിരുന്നു. അല്ല, അറ്റാക്ക് സമീപിച്ചു തന്നെയാണ്. അല്ല, അത് ഒരു തർക്കം ഉണ്ടാവും. എന്റെ ഭാഷയിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സമീപിച്ചു തന്നെയാണ്. അപ്പൊ ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞു വെച്ചാല്, അബ്ദുള്ള ബാസിൽ അറ്റാക്ക്ഡ് MM അക്ബർ ഇൻ ദ മോർണിംഗ് വിത്ത് ആൻ ആർമി എന്ന് പറഞ്ഞാല് അക്ബർ സാഹിബിനെ സലാം പറഞ്ഞു എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ്. പറഞ്ഞ കാര്യം പറയാം. അപ്പൊ ഈ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അബൂബക്കർ നാട് വിട്ടു പോകുമ്പോൾ ഒരാൾ അബൂബക്കറെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്താ എൻ്റെ പ്രശ്നം? അപ്പോൾ എനിക്ക് ഇനിയും പ്രശ്നങ്ങൾ ചൈറ്റ് ഹൗസ് എന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അബൂബക്കറിനെ തിരിച്ചു കൊണ്ടുപോയിട്ട് ഇയാൾ ഒരു നെഗോഷിയേറ്ററായിട്ട് നിന്നുകൊണ്ട് പറയാണ്. അപ്പോൾ ഇവർ പറയാണ് ആളുകളെ പിന്നെ പാട്ടിലാക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവർക്ക് അറിയാം, അപ്പോൾ ഞങ്ങളെ കുട്ടികളെ വഴികേട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഖുറാനിലുള്ള സൂക്തങ്ങളൊക്കെ വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ ഇയാളോട് പറയാണ്, മക്കാ മുശ്രിക്കീങ്ങൾ ആയിക്കോട്ടെ ഇവിടെ നിന്നോടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എന്താ വെച്ചാൽ ഈ പിന്നെ ഞങ്ങളെ കുട്ടികളെ വശീകരിക്കുന്ന പരിപാടിയൊന്നും അബൂബക്കർ എടുക്കാൻ പറയാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇത് ചെയ്തോട്ടെ, പുറത്തേക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ്
അവിടെ കാര്യങ്ങൾ പറയുന്നത്. എന്ന് മാത്രമല്ല, അല്ലേ മാഷെ, അങ്ങനെ ഒരു സംഗതി ഇല്ലേ? തായിഫിന്റെ പക്ഷെ അത് ലംഘിച്ചു, അത് അബൂബക്കർ ലംഘിച്ചു. തായിഫിൽ പോയിട്ട് സ്വന്തം ഗോത്രത്തിന് പാര വെക്കാനാ പോകുന്നത്. എന്നിട്ട് അവിടുന്ന് ഏറുകൊണ്ട് അവിടുന്ന് എറിഞ്ഞു ഓടിച്ചപ്പോ ഒരു തോട്ടത്തിൽ ഒളിച്ച സമയത്ത് വെള്ളം കൊണ്ട് കൊടുക്കണം, മുന്തിരി കൊണ്ട് കൊടുക്കുന്നത് ആരാണ്? എറിഞ്ഞു ഓടിക്കാന്നൊക്കെ പറഞ്ഞ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞല്ലേ, കുട്ടികൾ മുക്കി വിളിച്ചു. എന്നിട്ട് മുന്തിരിയും കൊണ്ട് പോകുന്നത് ആരാ? അല്ലെ ജബ്ബാർ മാഷ് ഞാൻ ഇത് ഈ കാര്യം പ്രത്യേകം പറയാം. ഞാൻ പറഞ്ഞറിയോ, സെയ്ദിന്റെ കാര്യം പറയുമ്പോൾ മാഷ് കുട്ടി അറിയും, കല്ലെടുത്തെറിഞ്ഞ കാര്യം പറയുമ്പോൾ കുട്ടി പറയണം. കുട്ടികളാണ് കല്ലെടുത്തെറിഞ്ഞത്, വേറെ ആരുമല്ല. ഈ മുന്തിരിയുടെ ഈ മാഷ് ഇത് പറഞ്ഞത് അതൊരു പോയിന്റാണ് എൻ്റെ ജീവിതത്തിൽ. അതായത് ഞാൻ ഇസ്ലാമിന്റെ ചരിത്രം വായിച്ചിട്ട് ഒരിറ്റ് കണ്ണീരോടല്ലാതെ എനിക്ക് ആ ഭാഗം വായിച്ചു തീർക്കാൻ പറ്റില്ല. മനുഷ്യത്വമുള്ള കരയും. കാരണം എന്താ സംഭവിക്കുന്നത്, ഈ പറയുന്ന മക്കയിൽ നിന്ന് പ്രയാസം ഉണ്ടായിട്ട് പോയിട്ട് പോവാണ്, തായിഫിൽ പോവാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന മക്ക മുശ്രിക്കുകളുടെ മറ്റെല്ലാ ദൈവങ്ങളെയും തള്ളി പറഞ്ഞിട്ട് അള്ളാഹു മാത്രമാണ്, എൻ്റെ പ്രതീക്ഷ മാത്രം വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് എല്ലായിടത്തും ചെന്നുകൊണ്ട് പറയുന്നു. അപ്പോൾ അവർ ചെറിയ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ടായപ്പോൾ നേരെ തായിഫിൽ പോവാണ്. പോയിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ കേട്ടറിയുന്നുണ്ടല്ലോ. അപ്പോൾ മുഹമ്മദ് ഞങ്ങൾക്കും പ്രയാസം ഉണ്ടാക്കുന്നുള്ള രീതിയിൽ അവർ സഹകരിച്ചില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ അവരെ ചേസ് ചെയ്യുന്നു, ഇതൊരു തോട്ടത്തിൽ എത്തുന്നു, അടിമകൾ ചേസ് ചെയ്യുന്നു, ഇവർക്ക് രക്തം ഒലിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ എന്താ മലക്കിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ വയസ്സായിട്ട് ഓർക്കുന്നു. അപ്പോൾ ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതി വെച്ചാണ്. അപ്പോൾ മറ്റൊരറ്റത്ത് ഈ തോട്ടത്തിൻ്റെ മുതലാളിമാർ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഹിന്ദിൻ്റെ ബാപ്പയും എളാപ്പയുമാണ്. അപ്പോൾ ഇവരിത് കാണുകയാണ്. കണ്ടപ്പോൾ അവർ പറയാണ്, കാര്യം എന്ത് തന്നെയാണെങ്കിലും തായിഫുകാർ മുഹമ്മദിനോട് ചെയ്ത് ശരിയായില്ല എന്ന്. കാര്യം എന്ത് പറഞ്ഞാൽ നമ്മളാളാണ്, കാര്യം എന്ത് പറഞ്ഞാലും ജബ്ബാർ മാഷും പിന്നെ ലിയാഖത്തും നമ്മളാളാണ് എന്നൊരു മുസ്ലിം പറയുന്നത് പോലെ തന്നെ ഇവർ പറയാണ്. എന്നിട്ട് പറയാണ്, ഒരു വൃത്തിനെ വിളിച്ചിട്ട് പറയാണ്, ഒരു പാത്രം കൊണ്ടുവരാൻ പറയാം അല്ലേ മാഷേ. വന്നിട്ട് അതിൽ മുന്തിരിട്ടിട്ട് പറയാണ്, ഇത് അവനോട് തിന്നാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ കണ്ണീരോടല്ലാതെ ഇങ്ങനെ ഇത് വായിച്ചു തീർക്കാൻ പറ്റുക. ആ ആളുകളാണ് ബദറിൽ കൊന്നൊടുക്കിയത്. 24 പൗരപ്രമുഖന്മാരെ കൊന്നൊടുക്കിയ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ബദറിൽ. ഈ ബദർ യുദ്ധത്തില് അബൂ സുഫിയാൻ ഇവരെ യുദ്ധക്കളത്തിൽ തന്നെയാണ് അവരെ കൊന്നു. പിന്നെ അവരെ സ്ലൈസ് ആക്കിയില്ലേ, ഇവരെ കൊല്ലുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതിന് മുമ്പുള്ള സീന് അബൂജഹൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ധാരണയുണ്ട്. ഉമറും അബൂജഹലൊക്കെ എന്താണെന്നുള്ളത്. അപ്പൊ അബൂജഹലിനോട് ഇവർ പറയുന്നുണ്ട്, ഈ അബൂ സുഫിയാനും പറയുന്നുണ്ട്, ഈ ഉത്തുബത്തും ഷെയ്ബത്തൊക്കെ ഹിന്ദിന്റെ ബാപ്പികളാപ്പൊക്കെ പറയും നമുക്ക് അതിന് പോകണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ മാഷെ പോർക്കളത്തിലെത്തിയപ്പോൾ ഓലി യോദ്ധാവാണ്. ഇവിടുന്ന് അണിയറന്ന കൂട്ടത്തിൽ 3 ആളുകളിൽപ്പെട്ട ആളുകൾ ഉത്തുബത്തും ഷെയ്ബത്തും, മറ്റൊന്ന് ഇവരുടെ അമ്മാവനോ മകനായിട്ടുണ്ട് ആരെ, ഈ നമ്മുടെ ഹിന്ദിന്റെ. അപ്പോ മുഹമ്മദ് അവിടെ ഇറക്കുന്ന ആളുകളെ അൻസാരികളാണ്. അപ്പോൾ അവർ പറഞ്ഞു, അൻസാരികൾ മോശമായിട്ടല്ല, പക്ഷെ ഇറക്കുമ്പോൾ കെടാക്കട, നമ്മുടെ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിലല്ലേ എന്ന്. അല്ലാതെ മറ്റുള്ളവർ മോശമായിട്ടല്ല. ഇറക്കിയത് ഹംസയും അലിയും വേറൊരു ആളാണ്. അങ്ങനെ ഈ യുദ്ധത്തിൽ മറ്റുള്ള ആളുകളെ തമ്മിൽ സ്ലൈസാക്കി ഉത്തുബ ബാക്കിയായി. ഒരു യുദ്ധ മര്യാദയും കൂടാതെ ഹംസയും ഈ അലിയും ഇയാളുടെ കഥ കഴിച്ച്, അതായത് ഈ നമ്മൾ പറയാന്നൊരു നമ്മൾ പറയല്ലോ, അതായത് ചിന്ന ഭിന്നാക്കിയിട്ട് ഇയാളുടെ ശരീരം തുണ്ടായിട്ട്. ആ യുദ്ധം തന്നെ അതിന്റെ കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രമാത്രം അനീതിയും മര്യാദകേടുമാണ് ആ യുദ്ധത്തിന് കാരണമായിട്ടുള്ളത്. എന്തെങ്കിലും അക്രമം മക്കാർ ചെയ്തിട്ടാണോ യുദ്ധം നടക്കേണ്ടി വന്നത്? അവരുടെ കച്ചവട സംഘത്തെ പതിയിരുന്ന് കൊള്ളയടിക്കാൻ പോയിട്ട് ആ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി തൽക്കാലം തട്ടിക്കൂട്ടിയ ഒരു സൈന്യമാണ്. അതിനെയാണ് മോയിൻകുട്ടിയർ വൈദ്യര് വർണ്ണിച്ചത്. എന്ത് പുറപ്പെട്ട ബുജാഹിലുടൻ കിബിർ പൊങ്കിയെളുന്ത് ലിബാസ ചമൈന്ത്, മോതിരം, അത് ഇത് ഒരു തേങ്ങയില്ല. ഇവിടുന്ന് ഒരാൾ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ചെന്നിട്ട് വിവരം പറയുന്നു, കച്ചവട സംഘം അപകടത്തിലാണ്, കിട്ടിയ ആളും പാളും ആയുധങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ചട്ടിയും പാത്രം എടുത്തിട്ട് ഒരു ഓടുക. താൽക്കാലികമായി കിട്ടാവുന്ന ആളുകളെ മാത്രം സംഘടിപ്പിച്ച് പോന്നിട്ടുള്ള ഒരു സൈന്യം പോലെയല്ല, ഒരു കൂട്ടമാണത്. മനുഷ്യര് അവരുടെ ജീവിതകാലത്ത് കാത്തിരിക്കുന്നവരാണ്. അതാണ് ഈ ശുഹദാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ആണ്ടിൽ നെയ്ച്ചോറും ബിരിയാണി ഉണ്ടാക്കി. ഇവിടെ ആ മക്കാരെ ഭയങ്കരമായ വൃത്തികെട്ടവരായിട്ടും ശത്രുക്കളായിട്ടുമാണ് ഈ ചരിത്രകാരന്മാർ വയലും പറഞ്ഞപ്പോൾ കഥാപ്രസംഗം പറഞ്ഞു നടക്കുന്നത്. പക്ഷെ ഈ ചരിത്രം വായിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും അതൊരു മനുഷ്യരുമായിരുന്നു, ഇവർ പിശാചുക്കളുമായിരുന്നു എന്നാണ് ശരിക്കും ഈ ചരിത്രം വായിച്ചാൽ നമുക്ക്. ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള സംഭവമാണ് ഒന്ന് ബദറും മറ്റൊന്ന് ബനു ഖുറൈള കൂട്ടക്കൊല അല്ലേ.
ബദറാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടക്കം. അല്ല, ബദറിൽ അതാ പോകുന്ന ഒരു കാരവാൻ സംഘം അതിനെ ലക്ഷ്യം വെച്ച് കൊള്ളുക. അതിൽ 50,000-ഓളം കറക്റ്റ് ഞാൻ തെറ്റാണ്, 50,000-ഓളം ദിനാർ വരുന്ന ചരക്ക് വകകൾ 50,000-50,000 മാറിക്കഴിഞ്ഞാലേ ഒട്ടകത്തിന് കണക്കാണ്. ഇവരിങ്ങനെ പോകുന്ന സമയത്ത് റസൂൽ മുഹമ്മദ് ചോദിക്കാണ് അല്ല എത്ര അറക്കുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഈ എണ്ണ എടുക്കേണ്ടത്. അപ്പൊ എഴുതാനും വായിക്കാനും അറിയില്ലാണ്ട് കണക്കൂട്ട കച്ചവടക്കാരനായി അവിടെ വരുന്ന രണ്ടാൾക്കാര് വായുവിൽ എഴുതി കൂട്ടും. പതിവേരായതല്ലേ എത്ര ഒട്ടകത്തിന് അറുത്താൽ എത്ര ആൾക്ക് തിന്നാൻ പറ്റും. ഈ സംഗതി ഞാൻ പറഞ്ഞില്ല. ഈ 50,000 വരുന്ന വസ്തുവകകളുണ്ട്, നിങ്ങൾ അള്ളാഹു ധനവാനാക്കിയേക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ചില ആളുകൾക്ക് ചില ആൾക്കാർ മൗനം തൂകി അവരെയാണ് മുനാഫിക്ക് വിളിച്ചത്. സ്വന്തം ജനതയെ പറ്റുള്ളവരെയാണ് മുനാഫിക്ക് എന്ന് പറഞ്ഞത്. ആ ചെയ്യാൻ പോകണ്ടെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ മാഷെ, നിങ്ങൾ പറയും. അതായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഹെറാക്ലേസിന്റെ കൊട്ടാരത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇസ്ലാമിന്റെ കൊടിയ ശത്രു അബൂ സുഫിയാൻ എന്നാണ് ഒരാൾ എത്തപ്പെടുന്നുണ്ട്. മുഹമ്മദിന്റെ കുടുംബം തന്നെയാണല്ലോ. അപ്പൊ ഇത് ദീർഘമായിട്ടുള്ള ഹദീസ് ഈ വിഷയത്തിലുണ്ട് കേട്ടോ. എൻ്റെ നല്ല ഓർമ്മയിൽ ഹെറാക്ലേസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ മുഹമ്മദിന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അയാളുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച്. അയാൾ നോബിൾ കുടുംബമാണോ, പിന്നെ അയാളെ കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് പാവപ്പെട്ടവരാണ്, അടിമകളാണ് കൂടെയുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ അല്ലമീനെ തൂക്കൊപ്പിക്കുന്നത്. അത് അന്ന് ഇയാൾ പോലും പറഞ്ഞു അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയാൻ കൊടുക്കുന്നത് ഈ ഹെറാക്ലേസിൻ്റെ കൂടുതൽ ഈ ടെസ്റ്റിമണി ഈ വിഷയത്തിലുണ്ട്. അതായത് പിന്നെ പാവപ്പെട്ടവരാണ് കൂടെയുള്ളത് എന്നുള്ളത്. ഇവർ ഈ ബദർ യുദ്ധത്തിനെ ന്യായീകരിക്കാൻ പറയുന്നത് ഇവരുടെ സമ്പത്ത് പിന്നെ കൈയടക്കി വെച്ചിരുന്നു എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അതാ ചോദിക്കേണ്ടത്. അപ്പൊ ഹെറാക്ലിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് പറയാണ് കൂടുള്ള പാവങ്ങളാണ്, പാവങ്ങളാണ് ബിലാല്. അങ്ങനെ പിന്നെ ഈ പറയുന്ന എന്ത് സമ്പത്ത് അവിടെ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഇങ്ങോട്ട് കടത്തിയിട്ട്, അതായത് ഇപ്പൊ ഉസ്മാനൊക്കെയാണ് അന്നത്തെ വലിയ സമ്പന്നത, ഉസ്മാനൊക്കെയാണ് ഉള്ളത് മുഴുവൻ അങ്ങോട്ട് കടത്തിയിട്ടുണ്ട്. അല്ല മാഷെ, അതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് സംഗതികളുണ്ട്. അതായത് മക്കത്തുനിന്ന് രാത്രി ഒളിച്ചു കബളിപ്പിച്ചുകൊണ്ട് പോരുകയാണല്ലോ. അപ്പം അന്ന് രാത്രി പോരുന്നതിന് മുമ്പായിട്ട് ചരിത്ര പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടില്ലേ ഈ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അലീനെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീനെ കംപ്ലീറ്റ് പറഞ്ഞ് ഏൽപ്പിച്ചു. പിന്നെ അബൂബക്കറിൻ്റെ നല്ല ഓർമ്മയിൽ അബൂബക്കറിൻ്റെ അടുത്തുള്ള സ്വത്തൊക്കെ അബൂബക്കർ കയ്യിലും പിടിച്ചേക്കണേ. സൗദി ആയിഷൊക്കെ പിന്നെ പള്ളി ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ ഉള്ളത് ഈ പാവപ്പെട്ടവരാകുമ്പോൾ പിന്നെ എന്ത് കുന്താണ് ഇവർക്ക് ഉള്ളത്. ആകപ്പാടൊരാൾ ഉസ്മാനാണ്. ഉസ്മാൻ ആ സ്വത്തൊക്കെ കൈകാര്യം ചെയ്തിട്ടാണ് 50,000 ദിനാർ വരുമോ? അത് ആ ഉസ്മാന്റെ മാത്രല്ല, ഇവർ ഈ പോകുന്നത് 3 കൊല്ലത്തെ തുടർച്ചയായിട്ടുള്ള ഉടമ്പടി പ്ലാനിങ്ങോട് കൂടിയാണ്. അതിൽ തന്നെ ഏറ്റവും അവസാനമാണ് നബിയും അബൂബക്കറും പോകുന്നത്. ബാക്കിയുള്ളവർ മുഴുവൻ ഘട്ടം ഘട്ടമായിട്ട് അല്ല മദീനയിലേക്ക് തന്നെ ആദ്യ ബാച്ച് മുഴുവൻ അയച്ചു കഴിഞ്ഞിട്ട് ഇവര് അവസാന ബാച്ചിലാണ് ഇവര് ലാസ്റ്റാണ് ഇവർ പോകുന്നത്. അത്രയും പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് പോകുന്നത്. ഇതൊരു പക്കാ പ്ലാൻഡ് ട്രാൻസിഷൻ ആണ്. അവിടെ അവരുടെ സ്വത്തുക്കൾ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞാൽ സാമാന്യ യുക്തിയുള്ള ആരെങ്കിലും അത് അല്ല എങ്ങനെയാണ് ഈ പാവപ്പെട്ടവളാണ് കൂടെ എങ്ങനെ സ്വത്ത് ഉണ്ടാകുന്നത്? പിന്നെ അതൊക്കെ നമ്മൾ പൊടിച്ച് കൈ കൊടുത്തപ്പോ പുതിയ വാദം എന്താ? ഇട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു കള്ളത്തരാണ്. ഇത് പുതിയ വാദം വന്നിട്ടുണ്ട്. അതായത് രാജ്യാതിർത്തി ലംഘിച്ചു എന്നുള്ളതാണ് ഒരു കുറ്റം. എവിടെ രാജ്യം? അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ബദറിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, സമ്പത്ത് സമാഹരിച്ചിട്ട് മദീനയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ആ സമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്ന യുദ്ധതന്ത്രവും രാജ്യാതിർത്തി ലംഘിച്ചു എന്ന കുറ്റവും ചുമത്തിയിട്ടാണ് ഇവരെ നേരിടാൻ തയ്യാറായത്. മക്കൾക്കാര് അബൂ സുഫിയാനും കൂട്ടരും കച്ചവടത്തിന് പോകുന്നത് ഇവരെ ആക്രമിക്കാനൊന്നുമല്ല, അവരുടെ ഉപജീവനത്തിന് മാത്രമല്ല ഇവർ പോയതുകൊണ്ടുകൂടി ഇവന്റെ ശല്യം തീർന്നു എന്നുള്ള നിലക്കാണ് ആ പാവങ്ങൾ. അല്ല, അതിൽ അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ഏത് ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അബൂ സുഫിയാൻ പറയുന്നില്ലേ നിങ്ങൾ പ്രശ്നത്തിനൊന്നും പോകണ്ട, ഞാൻ നിങ്ങളെ ഈ സ്വത്തൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വന്നേക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അല്ലേ? അത് എല്ലാ മക്കാരുടെ മൊത്തം സ്വത്തുവകകളായിരുന്നു ആണ്. ഞാൻ പറഞ്ഞത് അതിനകത്ത് അബൂ സുഫിയാൻ എടുക്കുന്നത്, പിന്നെ യൂത്തുബും ഷെയ്ബിയും പറയുന്നത് നമുക്ക് വേണ്ട, നമുക്ക് സ്വത്തൊക്കെ രക്ഷപ്പെട്ടല്ലോ, നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഉമർബായി പോലും ഇടക്ക് പറയുന്നത് ഈ അബൂജഹല് അവിടെ ഒരു കണിശക്കാരനായി പോക്കിരിയായി. നിങ്ങൾ ആലോചിക്കേ, ആ സ്വത്ത് തൽക്കാലം രക്ഷപ്പെട്ടു. മുഹമ്മദും സംഘവും അവിടെ തന്നെ നിൽക്കുകയാണ്. സ്ഥിരമായിട്ട് കച്ചവട യാത്ര പോകുന്ന നമ്മളെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ടൊരു പേപ്പട്ടി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയോ അതിനെ
പിന്നെ അവിടുന്ന് ഇല്ലാതാക്കുകയോ ചെയ്യേണ്ടത്? നമ്മളെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും. അല്ല, അബൂജാൽ പറഞ്ഞത് അത് തന്നെയാണ്. നമ്മളെ സ്ത്രീകളായിട്ട് നമ്മൾ ഈ ഇത് ബദറിനൊരു പൂരപ്പറമ്പായിരുന്നല്ലോ, നമ്മളെ സ്ത്രീകളായിട്ട് അവിടെ പോവും, നമ്മളവിടെ കള്ളുടിക്കും, കൂത്താടും, ഇവൻ്റെ ഈ പരിപാടിയൊന്നും എക്കാലത്ത് നടക്കൂല, നമ്മൾ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അബൂജാൽ പോകുന്നത്. കാരണം തീർച്ചയായിട്ടും വാസ്തവത്തിന് അവരുടെ ജീവിക്കാനും നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധം തീർത്തതാണ് അബൂജാഹിൽ. അല്ലാതെ വേറെ എന്നാൽ പോലും ഞാൻ അബൂജാലിന്റെ കൂടെ നിൽക്കൂല എന്ന് പറയാനുള്ള കാരണങ്ങൾ എനിക്കുണ്ട്. കാരണം ഉമറിനെ പോലത്തെ അപ്പുറത്തൊരു ഉമറായിരുന്നു. അതെ, അങ്ങനത്തെ ശരിക്കും ഒരു എന്ന് മാത്രമല്ല അതിൽ വേറെ ഒരു കഥയുണ്ട്. ഈ രണ്ട് ഉമർ, ഇപ്പൊ നിങ്ങൾ അബൂജഹൽ പറയുന്ന പോലെ ഇസ്ലാമിലെ ഉമർ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ മുഹമ്മദ് അഭിപ്രായം പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് അഭിപ്രായം ചോദിച്ചാൽ തലവെട്ടിയുന്ന ഉമറാണ്. അഭിപ്രായം ചോദിക്കുമ്പോ തലവെട്ടുന്ന ഉമർ. ഉമറിന്റെ പ്രധാനപ്പെട്ട ഒരു വഴി ഉമറിന്റെ ആവശ്യത്തിനൊക്കെ അള്ളാഹിനെ കൊണ്ട് ആയത്തിറക്കി. പിന്നെ ഞാൻ പറയണം, നിങ്ങൾ പറഞ്ഞാൽ മതി. അത് മാഷേ, ഇറിഗേഷനുമായി കൃഷിയുമായിട്ട് വെള്ളം ഇങ്ങനെ തുറന്നു വിടുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടായി. അപ്പൊ ഖുറാന്റെ അതിന്റെ തഫ്സീർ ഇനി എടുത്ത് നോക്കാനായിട്ടാണ്. ഇബ്നു കസീർ തഫ്സീർ, അവർക്ക് നിങ്ങൾ ഇബ്നു അബ്ബാസിനൊന്നും പറ്റൂല. അപ്പൊ ഇബ്നു കസീർ ഉറപ്പാണ്. അപ്പോൾ അത് ഈ ഒരു തർക്കം വന്നപ്പോൾ ഈ ചങ്ങായി പറഞ്ഞു, അല്ല റസൂലെ, ഈ വിധി എൻ്റെ പിന്നെ ചങ്ങായിക്ക് അനുകൂലം, എൻ്റെ കുടുംബക്കാരന് അനുകൂലമായല്ലോ എന്ന് പറഞ്ഞു. അവർ ഹാപ്പി അല്ല. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ജനാധിപത്യത്തിൻ്റെ മര്യാദയിൽ അപ്പോൾ നമുക്ക് വേറെ ആളോട് ചോദിക്കാമെന്ന് മറ്റേ ആൾ സമ്മതിച്ചു. അപ്പോൾ അബൂബക്കറിൻ്റെ അടുത്ത് പോയി ഒന്നുകൂടെ ചോദിക്കണം ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, പിന്നെ റസൂല് പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞു കേട്ടാ. ഈ മൂന്നാമതൊരാളുണ്ട്, അതാരാ നിങ്ങൾക്കറിയാം? ഉമ്മറിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് റസൂലിൻ്റെ വിധി, റസൂല് പറഞ്ഞു ഇങ്ങനെ എന്താണ് ചോദിച്ചറിഞ്ഞു. അപ്പോൾ അബൂബക്കറിൻ്റെ പറഞ്ഞു. അപ്പോൾ ഉമ്മർ പറഞ്ഞു അവിടെ നിൽക്കുന്നതാണ് കേട്ടാ. എന്നിട്ട് മൂപ്പരും ഇങ്ങോട്ട് വന്നിട്ട് പിന്നെന്താ സംഭവിച്ചത് അറിയാം? പിന്നെ ഉമ്മർ ഉള്ളിൽ പോയാൽ പിന്നെന്താ സംഭവിക്കുക? ചെറുതായിട്ടൊന്നും വീശി നേരെ പോകുന്നു, നബിയുടെ വിധിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ഒരാളെ, അയാൾക്ക് ന്യായം കിട്ടിയില്ല എന്ന് തോന്നിയ ഒരാളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ഒരാളെ ഉമ്മർ അടുത്ത് തീർത്തു. ഇനി ഞാൻ അബൂജഹലിന്റെ ക്യാരക്ടർ ഉമർ ഭായും പറഞ്ഞു, ഉമറിന്റെ കഥ കിട്ടി. ഇനി മുഹമ്മദിന്റെ ക്യാരക്ടർ കിട്ടണമെങ്കിൽ ഇവരെ രണ്ടാളെയും വെച്ച് വേറെ ചരിത്രമുണ്ട്, അത് വായിച്ചാൽ മതി. മുഹമ്മദ് കുറേ പണിയൊക്കെ എടുത്തു നോക്കി, ഒന്നും സെറ്റാവണില്ല. അവസാനം നബി അള്ളഹാനോട് പറഞ്ഞു, അള്ളാഹ് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് എൻ്റെ ദീനിനെ ശക്തിപ്പെടുത്തണേന്ന് അതാന്ന് പറഞ്ഞു. അവിടെ എമ്പാട് നല്ല മനുഷ്യന്മാരുണ്ട്. അബൂ സുഫിയാൻ എന്ന് പറയുന്ന മാന്യരിൽ മാന്യനായിട്ടുള്ള മനുഷ്യനുണ്ട്. അബൂ സുഫിയാനെ പോരാ, ഉമറിനെ തന്നെ വേണം. ഉമർ ആരാന്ന് അറിയണമെങ്കിൽ ഉക്കാള ചന്തയ്ക്ക് പോയാൽ മതിയെന്ന് മറ്റേ ഇയാൾ പറഞ്ഞു. ആരാ നമ്മളെ എന്താ പറയുക പേര്? ശുക്കൂർ പറഞ്ഞു. ഉക്കാളന്തിയല്ല, പിന്നെ ഉമർ ആരാന്ന് അറിയണമെന്നുണ്ടെങ്കിലേ പിന്നെ ബദർ യുദ്ധത്തിൽ ബന്ദികളെ പിന്നെ നമുക്ക് വിട്ടുകൊടുക്കാന്നുള്ള തീരുമാനം അബൂബക്കറും മുഹമ്മദും തമ്മിലായല്ലോ. 4000 ദിനാറെന്തോ വാങ്ങി വെച്ചാണ് സംഗതി ഒഴിവാക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിയപ്പോഴേ ഉമറിന് അവരെ സ്ലൈസ് ആക്കണം എന്നൊക്കെ ഉള്ളതിലിങ്ങനെ നിൽക്കണേ. അങ്ങനെ അവസാനം ഈ സാധു ചോദിച്ചാണ്, പിന്നെ അമ്രിന്റെ ഒരു പല്ലെങ്കിലും ഞാൻ ഒരിടത്തോട്ടെ മുഹമ്മദേ. അപ്പൊ ഞാൻ പറഞ്ഞത് പല്ലെങ്കിലും ഇളക്കാനുള്ളൊരു ആഗ്രഹം അത് ഇസ്ലാമിക്ക് വന്നിട്ടും അപ്പോൾ ജാഹിലിയ കാലത്ത് എന്ന് പറഞ്ഞാൽ വഴി നടക്കാൻ പാടില്ലായിരുന്നു സ്ത്രീകൾക്ക് ഉമറിനെ പേടിച്ചിട്ട്. കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതാ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അതുപോലത്തെ ഭീകര രൂപം ചിത്രീകരിച്ച് വെച്ചിട്ടുള്ള ഒരു ഉമർ ഒരു ഭാഗത്തും, ഉമർ ഭായിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത അബൂജാഹിൽ വേറൊരു ഭാഗത്തും. ഈ രണ്ട് ഉമറിൽ ഒന്നിനെയാണ് മുഹമ്മദ് നബിക്ക് വേണ്ടത്. ഈ രണ്ടിലൊന്ന് എന്തിനാ ചോദിച്ചതെന്നറിയോ? ഒന്നിനെ കിട്ടിയ മറ്റേനെ ഒതുക്കാം അല്ല, ഇത് ഒരു നമ്മൾ ഈ മാർക്കറ്റിങ്ങിൽ അസൂയപ്പെടുത്തുക എന്നൊരു തന്ത്രമുണ്ട്. അതായത് രണ്ടാൾക്ക് ഓഫറുണ്ട്, ആദ്യം എടുക്കണവന് കിട്ടും, രണ്ടാലും ഒരു ഉമറേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഉമർ നേരെ പോയിട്ട് ഉമർ ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ പോയത് കേട്ടാ, നേരെ പോയിട്ട് അബൂജാലിന്റെ വാതിലാണ് മുട്ടി. എന്തിന്? കഥകൾ ഇങ്ങനെയാണ് നമ്മൾ ജമ്മ അപ്പൊ ഞാൻ ഇസ്ലാമിൽ ചേർന്ന് പോണ്ട, ഞാൻ ചേർന്നിക്കണെന്നാണ്. അതായത് മുഹമ്മദ് നബിക്ക് വന്നു മതിയായിരുന്നു, ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അടച്ചു, ഒന്നും ചെയ്തില്ല.